നിങ്ങളുടെ താരൻ മുടിക്കൊഴിച്ചിൽ മാറ്റാനും ചൊറിച്ചിൽ സ്കിന്ന് സംബന്ധമായ പ്രശ്നം വരാതെ നിൽക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനശേഷിയെ ചെറിയ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ആഹാരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഉള്ളത് എന്തിലാണ്? ഈ പ്രോബയോട്ടിക്സിലാണ്. അപ്പോൾ ചില ആഹാരങ്ങൾ നല്ല രീതിയിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള 4 ആഹാരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ അവസാനമായിട്ട് ഒരു ഏറ്റവും മികച്ച പ്രോബയോട്ടിക് അടങ്ങിയ ആഹാരത്തിൻ്റെ റെസിപ്പിയും പറയുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തേത് അച്ചാറുകളാണ്. അച്ചാറുകൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ പൊതുവെ നല്ലതാണെന്ന് പറയാറുണ്ട് അല്ലേ. പക്ഷേ അച്ചാറുകൾ വീട്ടിലുണ്ടാക്കുന്നത് മാത്രമല്ല, അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പൊതുവെ ഉപ്പ് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ട്രഡീഷണൽ മെത്തേഡാണ്. ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൽ നല്ല രീതിയിൽ പ്രോബയോട്ടിക് ഉണ്ടാകും. കാരണം ആ സൊല്യൂഷനിലാണ് കൂടുതൽ ബാക്ടീരിയകൾക്ക് നിലനിൽക്കാൻ പറ്റുക. പക്ഷേ നിങ്ങൾ വിനെഗർ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ അത്രത്തോളം ബാക്ടീരിയകൾ ഉണ്ടാവില്ല. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അച്ചാർ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ കഴിക്കുമ്പോൾ സോഡിയം ഒരുപാട് നിങ്ങളുടെ കുടലിലേക്ക് വരാനും അവിടെ നീർക്കെട്ടുണ്ടാവാനൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടലിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവുകയും ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടാവും. അപ്പം വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ വേണം അച്ചാറുകൾ കഴിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേത് പഴങ്കഞ്ഞികളാണ്. രാത്രിയിൽ നമ്മൾ ചോറിനെ വെള്ളത്തിൽ ഒഴിച്ച് ഫെർമെൻറ്റ് ചെയ്യുന്ന രീതിയാണ്. പൊതുവെ തൈരൊക്കെ ചില ആളുകൾ അതിൽ ആഡ് ചെയ്തുകൊണ്ട് ഫെർമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല ബാക്ടീരിയകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശാരീരികമായിട്ടൊന്നും പ്രത്യേകിച്ച് അധ്വാനം ഇല്ലാത്ത ആളുകൾ ഇത് സ്ഥിരം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പ് കുമിഞ്ഞു കൂടും, അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് നല്ല അധ്വാനിക്കുന്ന ആളുകളാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പഴങ്കഞ്ഞിയുടെ നല്ല അളവിൽ ഈ പ്രോബയോട്ടിക്സ് കിട്ടും. ഇനി മൂന്നാമത്തേതാണ് ഈ കർഡും അതുപോലെ യോഗോട്ടും. പാലിൽ നിന്ന് ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്ന പ്രോബയോട്ടിക് ഫുഡാണ് കർഡും യോഗോട്ടും. പക്ഷേ അത് തമ്മിൽ ചില തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിൽ യോഗേട്ട് നമ്മൾ കൃത്യമായി കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് ഫെർമെൻറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയകൾ മാത്രം അതിൽ ഉൾപ്പെടുത്തും, ബാക്കി ഒരു ബാക്ടീരിയകളും അതിൽ വളരില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. എന്നാൽ കർഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫെർമെൻറ്റേഷനാണ്. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ യോഗേട്ടിൽ ഇടുന്ന ബാക്ടീരിയകളിൽ അത് ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ കർഡിലുള്ള ബാക്ടീരിയ പലതും ഒരുപാട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ലാക്റ്റിക് ആസിഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുളിപ്പ് കൂടും. അതുകൊണ്ടാണ് കർഡിന് ഒരുപാട് പുളിപ്പും നിങ്ങൾ കഴിക്കുന്ന യോഗേട്ടിന് അത്ര പുളിപ്പില്ലാത്തത്. രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് യോഗേട്ടിനാണെങ്കിൽ ഒരുപാട് അളവിൽ ഒരുപാട് ക്വാണ്ടിറ്റി പ്രോബയോട്ടിക് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ അതിലുണ്ടായിരിക്കും. പക്ഷേ കർഡിലാണെങ്കിൽ വളരെ വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയകളായിരിക്കും ഉണ്ടാവുക. അതായത് ഡൈവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഡൈവേഴ്സിറ്റിയും ക്വാണ്ടിറ്റിയും രണ്ടും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഡയറ്ററി പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഏത് രുചിയാണ് ഇഷ്ടം അതനുസരിച്ചിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അവസാനത്താണ് നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കില്ല, അതാണ് സോർക്രോട്ട്. ഇത് ജർമ്മനിയിലൊക്കെ ട്രഡീഷണലായി ഉപയോഗിക്കുന്ന ഒരു ആഹാരമാണ്. പുളിപ്പിച്ച ക്യാബേജ് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ക്യാബേജ്. ഞാൻ പറയും ഇത് വളരെ നല്ലൊരു പ്രോബയോട്ടിക് സോഴ്സാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിന് മറ്റുള്ള പ്രോബയോട്ടിക് ആഹാരത്തേക്കാൾ കൂടുതൽ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമത്തേത് ഇതിൽ വളരെയധികം നാരുകൾ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തൈരും അതുപോലെ യോഗട്ടും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം നാര് കിട്ടില്ല. പക്ഷേ ക്യാബേജിൽ ധാരാളം നാരുണ്ടായതുകൊണ്ട് ഇത് പ്രീബയോട്ടിക്കായി വർക്ക് ചെയ്യും. പ്രീബയോട്ടിക് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ നല്ല ബാക്ടീരിയ കുടലിൽ വസിക്കുന്ന നല്ല ബാക്ടീരിയയുടെ ആഹാരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോർക്രോട്ട് കഴിക്കുന്നതോടെ നല്ല ബാക്ടീരിയ കിട്ടുക മാത്രമല്ല, പകരം നിങ്ങളുടെ ഓൾറെഡി ഉള്ള ബാക്ടീരിയകൾ നല്ല രീതിയിൽ നിലനിൽക്കാനുള്ള ആഹാരം കൂടി അതിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തേത് ഇതിൻ്റെ കലോറി കുറവാണ്. അപ്പോൾ നിങ്ങൾ തൈരും മോരൊക്കെ ഒരു കപ്പ് കഴിക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 100 മുതൽ 150 കലോറി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സോർക്രോട്ട് ഒരു കപ്പ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 27 കലോറിയാണ് അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവുക. നിങ്ങൾക്ക് കലോറി കുറക്കണം, വണ്ണം കുറക്കണം, ഷുഗർ കൺട്രോൾ ചെയ്യണം, ഈ രീതിയിലൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് കലോറി കുറവാണ്, അതോടൊപ്പം തന്നെ നല്ല പ്രോബയോട്ടിക് റിച്ച് ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് പ്രോബയോട്ടിക്കിൻ്റെ അളവ് കൂടുതൽ മാത്രമല്ല, ഇതിൽ ഡൈവേഴ്സ് വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നല്ല രീതിയിൽ നല്ല ബാക്ടീരിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്യാബേജ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യണം. ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിൽ അതിട്ട് അതിൽ ഉപ്പ് വിതരണം. ഉപ്പ് നിങ്ങൾക്ക് ഒരു മീഡിയം ക്യാബേജ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് വിതരേണ്ടത്. അത് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതെന്ത് ചെയ്യണം,
പ്രസ് ചെയ്യണം. കൈ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സ്ക്യൂസ് ചെയ്ത് അതിലുള്ള ആ ജ്യൂസ് പുറത്തോട്ട് വരുന്നത് വരെ സ്ക്യൂസ് ചെയ്യണം. അതിനുശേഷം അത് ടൈറ്റായിട്ട് ക്യാബേജ് അടിഭാഗത്തോട്ട് പോകുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലോട്ട് ഒരിക്കലും ക്യാബേജ് ഉയരാൻ പാടില്ല. ഉയർന്നു കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ പിടിക്കും. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് ജാർ ഉപകരിക്കുന്നത്. മറ്റൊന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ക്യാബേജിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അത് മുകളിലോട്ട് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അതിനുശേഷം നിങ്ങൾ ഈ ലിഡ് വെച്ച് അടച്ചതിന് ശേഷം ഇരുട്ടുള്ളൊരു മുറിയിൽ, ഇരുട്ടുള്ളൊരു സ്ഥലത്ത് നിങ്ങളത് സൂക്ഷിക്കണം. ഏകദേശം 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഈ ക്യാബേജ് ഫെർമെൻറ്റഡ് ആവും. അതിനുശേഷം നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ അത് കൂടുതലായി ഫെർമെൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് ഓരോ ആഹാരത്തിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റും. നിങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ചിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സലാഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആഹാരത്തിൻ്റെ കൂടെയും ഇത് ചേർത്തുകൊണ്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോബയോട്ടിക് റിച്ച് ആഹാരമായിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ പ്രോബയോട്ടിക് ആഹാരങ്ങളെക്കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണേണ്ട മറ്റൊരു വീഡിയോ കൂടിയുണ്ട്. അതാണ് നിങ്ങൾക്ക് ഉറക്കം കിട്ടാനുള്ള 7 ടിപ്സുകൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ തുടർച്ചയായി ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.